കൂടെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും കൂടിയുണ്ട്. ഹായ് ലക്ഷ്മി. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആൾ കൊണ്ട് പുള്ളിക്കാരൻ ആളുകളെ കൺവിൻസ് ചെയ്ത് നമ്മളെ കയറ്റി വിടാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അതുകൊണ്ട് അദ്ദേഹമാണ് കേട്ടോ, മറ്റേ ആർമി യൂണിഫോം ഒക്കെ ഇട്ട് ഇദ്ദേഹമാണ് നമ്മുടെ ആള്. അസ്സലാമു അലൈക്കും സദീഖ്. കൈഫല്ലാലക് സൈൻ. ഓക്കെ ഓക്കെ, ഇദ്ദേഹമാണ് കേട്ടോ ആള്. ഇദ്ദേഹം നമുക്ക് വേണ്ടി കൈ കാണിച്ച് നമ്മളെ വണ്ടി കയറ്റി വിടാൻ വേണ്ടി പോവാ. അടുത്ത വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ടല്ലോ, നല്ല മണക്കുന്നുണ്ടല്ലോ. പുള്ളിക്കാരൻ വിചാരിക്കുക എന്താന്ന്. നമ്മള് അവിടെ നിന്ന് വേണ്ട ഇദ്ദേഹത്തിന്റെ കൂടെ വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടി. ഹലോ അസ്സലാമു അലൈക്കും. سلام. كيف حالك؟ كيف الحال؟ زين الحمد لله. هذا شرورة. شرورة. آخر السعودية سوا يمن. يمن يس. 100. هذا كله رملة. كله رملة يا. نفر كله ربع الخالي. ربع الخالي كله بدو. ربع الخالي أنا حب ربع الخالي. هذا ربع الخالي كله 100. നമ്മളിപ്പോൾ പുള്ളിക്കാരനോടെ പകുതി വരെ പോവുകയാണ് ഡെസേർട്ടിൽ. പുള്ളിക്കാരൻ്റെ ആടിനെ മേയ്ക്കാൻ, ഒട്ടകത്തിനെ മേയ്ക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നമ്മൾ കുറച്ചപ്പുറം വരെ പോകും. മുജാഹിദ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. മുജാഹിദ് എന്ന് പറയുമ്പോൾ മറ്റേ താലിബാനോ ദായിഷോ ഒന്നും അല്ല. ഈ കറുത്ത ഒട്ടകങ്ങളെ പറയുന്നത് മുജാഹിദ് എന്നാണ്. മുജാഹിം ഹായ്. പാവം കേട്ടോ, കറുത്തേനെ മുജാഹിം എന്നാണ് കേട്ടോ വിളിക്കുന്നത്. വെളുത്ത ഒട്ടകം മൈരിബീത്ത്. ദിസ് മുജാഹിം മുജാഹിദ്. black. This white yes موجود. اسم മൈരിലി. മഗാത്തീർ. ഇനി മറക്കല്ലേ കേട്ടോ. മഗാത്തീറിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മുജാഹിമാണ് കേട്ടോ ഇവിടെ നിൽക്കുന്ന. ടാറ്റാ. നമ്മുടെ ദാക്കിൽ സഹാറയിൽ പുള്ളിക്കാരന് ഫാം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അതായത് ഡെസേർട്ടിൻ്റെ ഉള്ളിൽ. പക്ഷേ പുള്ളിക്കാരൻ കൊണ്ടുപോകുന്നില്ല. ഇവിടെ നിന്ന് ഒരു 100 കിലോമീറ്റർ ഡെസേർട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഡൗട്ട് അടിച്ചിരിക്കുകയാണ്. പുള്ളിക്കാരൻ വേറെ ഏതാണ്ട് ഈ മരുഭൂമിയിലൊക്കെ ഉള്ള ഒട്ടകത്തിൻ്റെ, അതുകൊണ്ട് അവിടെ പാല് ഊറ്റുന്നു കേട്ടോ. അവിടെ നിന്ന് ഒരാൾ ഒന്ന് ക്യാമലിൻ്റെ പാല് ചുരന്നെടുക്കുന്നത് നമ്മൾ ഒളിക്യാമറയും കൊണ്ട് നമ്മൾ പകർത്തുവാൻ പോവുകയാണ്. അയ്യോ ദാണ്ടെ ഇതിൽ പോയി ഇടിച്ചേനാ. അയ്യോ എൻ്റെ കണ്ണ് അന്ധനായതുകൊണ്ട് എനിക്ക് കറക്റ്റ് നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഫുള്ള് താണ്ടെ ഇതൊക്കെയല്ലേ, കറക്റ്റ് നടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവിടെ ഒരാൾ ഒട്ടകത്തിൻ്റെ പാല് ഊറ്റുവാണ്. ഇവിടെ പുള്ളിക്കാരൻ്റെ ഇതിൽ നിന്ന് പുള്ളിക്കാരൻ്റെ ഒട്ടകത്തിൻ്റെ ഇതിൽ നിന്ന് പാൽ അവിടെ നിന്ന് ചുരന്നെടുക്കുവാണ് കേട്ടോ. പിന്നെ ഒട്ടകത്തിൻ്റെ പാൽ ഊറ്റുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. നോട്ടെ അതാണ്ടെ പതിഞ്ഞ് വരുന്നു കേട്ടോ. മറ്റേ ആട്ടിൻ്റെ പാൽ ഊറ്റുന്ന പോലെ തന്നെ. തീർന്നോ നോട്ടോ. അടിപൊളി കേട്ടോ. ഇതുണ്ടോ, ഇതാണ് കേട്ടോ അതിൻ്റെ ഒട്ടകത്തിൻ്റെ പാൽസഞ്ചി. വലിയൊരു രസമില്ല. യുവർ പാൽസഞ്ചി നോട്ട് ബള് വെരി ഹാർഡ്. വെരി ഹാർഡ്. ശുക്രൻ. ഇതൊക്കെ ഇവിടുത്തെ ബതുക്കളാണ് കേട്ടോ. ഞാനിനി നമ്മൾ ക്രോസ് ചെയ്ത് അടുത്ത ബധുവിൻ്റെ കൊട്ടാരത്തിൽ പോവാണ്. അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ കൂടെ തന്നെ റൂബൽ കാടിയുടെ അകത്ത് ഒരു 100 കിലോമീറ്ററിൻ്റെ അകത്ത് എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ പോകണം. इंडिया पंजाब. हम केरला से. मैं केरला से हूँ, अमेरिका से. बहुत धन्यवाद. നമ്മുടെ പഞ്ചാബി ചേട്ടനാണ് കേട്ടോ. തലയിൽ ടർബൻ ഇല്ല. പഞ്ചാബി ചേട്ടനാണ് എനിക്ക് ലിഫ്റ്റ് തന്നത് കേട്ടോ. അങ്ങനെ കുറേ നേരത്തിന് ശേഷം താണ്ട് മരുഭൂമിയിൽ നമ്മൾ കുറച്ച് എന്താ പറയുക കടകളും ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ടല്ലോ. പെട്രോൾ പമ്പിക്ക് വർക്കിംഗ് ആണോ എന്ന് അറിഞ്ഞുകൂടാ. കുറേ നേരത്തിന് ശേഷമാണ് കേട്ടോ. ഏകദേശം ഒരു 100-150 കിലോമീറ്ററിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു സംഭവം കണ്ടത്. നല്ല വിശപ്പ് കേട്ടോ, വല്ലോ കഴിക്കണം. ഇവിടെ ചെറിയൊരു ഗാരേജും പിന്നെ ചെറിയ പ്രാർത്ഥിക്കാനുള്ള റൂമൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അത് ചെറിയൊരു ഹോട്ടലാണ് കേട്ടോ. ഹോട്ടലും സൂപ്പർ മാർക്കറ്റൊക്കെയാണ് നമ്മൾ അവിടെ കാണുന്നത്. പിന്നെ നമ്മുടെ പെട്രോൾ പമ്പ് ഉണ്ട്. പക്ഷേ പെട്രോൾ പമ്പിങ് വർക്കിംഗ് അല്ല കേട്ടോ. പണ്ടത്തെ ഏതോ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു പെട്രോൾ പമ്പാണ്. നല്ല വിശപ്പ് കേട്ടോ. അങ്ങനെ താണ്ടെ ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ നിർത്തിയിട്ടുണ്ട്. താണ്ടെ കഴിക്കാനുള്ള ഇടത്തിൻ്റെ മുന്നിൽ നിർത്തിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് കയറിപ്പോയിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. നോക്കിയപ്പോൾ ലക്ഷ്മി ഇതുവരെയായിട്ട് പറഞ്ഞില്ല. ലക്ഷ്മി വിചാരിച്ച് നമസ്കരിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞ് ലക്ഷ്മി കയറാതെ അവിടെ തന്നെ ഇരിക്കുന്നു കേട്ടോ. ഇത് കണ്ടാൽ ആർക്കും തോന്നില്ല ഒരു റെസ്റ്റോറൻ്റ് ആണത്. അവിടെ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കയറിയിട്ട് പോകാം. ഇതൊരു നമ്മുടെ ഇന്ത്യക്കാരുടെ റെസ്റ്റോറൻ്റ് ആണ്. പക്ഷേ പാകിസ്ഥാൻ രൂപത്തിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. പാകിസ്ഥാനി ഡ്രൈവേഴ്സൊക്കെയാണ് ഇവിടെ കൂടുതൽ. കണ്ടില്ലേ, ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സിസ്റ്റം മാത്രമേ ഉള്ളൂ. അതായത് ചെയറിൽ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സിസ്റ്റം ഒന്നുമില്ല. ഇതാണ് കേട്ടോ. ലക്ഷ്മി ഹായ്, ഹൗ ആർ യു? I'm good. كيف الحال? I'm so excited for كيف الحال? كيف الحال? what?
ഒന്നുമില്ല കുച്ചിനായി. യു നോ ഓൺലി ഇംഗ്ലീഷ്. നമുക്ക് ഇവിടെ ഫുഡ് ഓഫർ ചെയ്യുന്നത് നമ്മുടെ ബയ്യാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ബയ്യ. പുള്ളിക്കാരൻ്റെ ഹോസ്പിറ്റാലിറ്റിയാണ് ഇന്ന് നമുക്ക് കാണുന്നത്. പുള്ളിക്കാരൻ പഞ്ചാബിൽ നിന്നാണ്. ഇവിടെ നിന്ന് ഒരു 3 വർഷമായിട്ട് ഇവിടെ ട്രാവലിംഗ് രംഗത്ത് പുള്ളിക്കാരനുണ്ട്. നമുക്ക് വേണ്ടി ലബനൊക്കെ അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ പാവം. आपका नाम क्या था? मेरा नाम ബൂട്ടാ സിംഗ് ആണ് കേട്ടോ. ഭയങ്കര ഈസി നെയിമാണ്. നമ്മുടെ പുകഞ്ഞ് പൊള്ളുന്ന ദാല് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പുകഞ്ഞ് പൊള്ളുന്ന ദാല്. ഇതാണ്ട് ഫ്രഷ് ദാല്. പിന്നെ നമ്മുടെ ഹോം മെയ്ഡായിട്ടുള്ള കൈ കൊണ്ടുണ്ടാക്കിയ നമ്മുടെ റൊട്ടിയും കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് പണ്ടത്തെ ഇന്ത്യൻ ഹിച്ചേക്കിംഗ് മെമ്മറീസ് ഒക്കെ ഓർമ്മ വരുവാണ്. എന്നതാണ് കേട്ടോ നമ്മുടെ അൽഖദ്ര പോർട്ട്. ഇതുകൊണ്ട് ആ തൊട്ടപ്പുറം കാണുന്നതാണ് നമ്മുടെ യമൻ. ആ ബിൽഡിംഗ് കണ്ടില്ലേ, അതിൻ്റെ ആ തൊട്ടപ്പുറത്തുള്ളത് യമനാണ് കേട്ടോ. നമ്മൾ അങ്ങനെ യമൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുവാണ്. അങ്ങനെ യമന് കയറാൻ പറ്റിയില്ലെങ്കിൽ യമൻ്റെ ബോർഡറിൻ്റെ അടുത്തേക്ക് വരാനുള്ള ഭാഗ്യം കിട്ടി. നമ്മുടെ ലാൻഡ്സ്കേപ്പ് പയ്യെ മാറി മാറി തുടങ്ങിയിട്ടുണ്ട്. മരുഭൂമിയിൽ നിന്ന് മലകളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. മലകളെന്ന് പറയുമ്പോൾ വലിയ കരിങ്കല്ല് പാറകളാണ് കേട്ടോ. ആ കാണുന്നതെല്ലാം നല്ല വലിയ കരിങ്കൽ പാറകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാധാ മണ്ണ് മലകളൊന്നും അല്ല, കണ്ടില്ലേ, ഫുള്ള് വലിയ കരിങ്കലാണ്. പെട്ടെന്ന് ലാൻഡ്സ്കേപ്പ് പറയും നമ്മുടെ ഒരു യമൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് ആയിട്ട് അനുഭവപ്പെടുന്നു. അങ്ങനെ മരുഭൂമിയിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം നജ്റാൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പട്ടണ പ്രദേശത്തോട്ട് വന്നെത്തിയിരിക്കുകയാണ്. മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പട്ടണമാണ് കേട്ടോ നമ്മുടെ ഈ നജ്റാൻ എന്ന് പറയുന്നത്. നല്ല ചൂടുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, നല്ല ചൂട് കേട്ടോ. വണ്ടിയുടെ അകത്തു നിന്ന് ഭയങ്കര ചൂടെടുക്കുന്നു. ഈ 2-3 വണ്ടികളൊക്കെ കൈ കാണിച്ചതാണ്ട് എങ്ങനെയൊക്കെ താണ്ട് ഈ ഒരു ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഹായ്, കണ്ട ഇവിടെ കണ്ടില്ലേ, ഫുള്ള് ഉരുണ്ടൻ കല്ലുകളാണ് കേട്ടോ. ഈ പാറകളെല്ലാം ഫുള്ള് ഉരുണ്ടൻ പാറമലകളാണ്. അതാ കണ്ടോ, അവിടെ ഫുള്ള് ഉരുണ്ടൻ കല്ലുകളാണ്. വേറൊരു പ്രത്യേക ലാൻഡ്സ്കേപ്പ്. അടുത്ത വണ്ടിയിൽ താണ്ട് ലിഫ്റ്റ് അടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് വണ്ടിയുടെ മാത്രമേ നിങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ. പിന്നെ കുറച്ച് ആളുകളെ സലാം അലൈക്കും കൈഫലാലൈ അൽഹംദുലില്ലാ. قميص كيف المملكة؟ كيف السعودية؟ يس كويس. نمبر 1 كويس ما شاء الله. ما شاء الله. يس مبسوط. നമ്മള് മലകൾ കയറിയതാണ്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരേക്ക് കണ്ടില്ലേ എന്ത് വലിയ മലകളാണ് കേട്ടോ കാണാനായിട്ട്. കണ്ട ഇവിടെ ചെറിയ പള്ളിയാണ് കേട്ടോ. ഏതോ ഒരു മലക്കിടയിൽ ഒരു ചെറിയൊരു പള്ളിയും കൂടിയാണ് ഇവിടെ. ഇപ്പോൾ ദഹ്റൂൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് കേട്ടോ. ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു യൂറോപ്പിലെ ഒരു ചെറിയൊരു പട്ടണം, ചെറിയൊരു ടൗണൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വേറൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിന്. നമ്മൾ മലമുകളിൽ നിന്ന് വന്നപ്പോൾ വേറൊരു പ്രത്യേക ഭംഗിയാണ്. ദഹ്റൂൺ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ജസാനിലോട്ടും നമ്മുടെ അബഹയിലോട്ടും പോകുന്ന 2 വഴികളായിട്ട് തിരിച്ചിരിക്കുന്നത്. അല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് കുർദിസ്ഥാനിൽ വന്ന ഒരു ഫീലൊക്കെ എനിക്ക് അനുഭവപ്പെടുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു കുർദിസ്ഥാനിൽ വന്ന അനുഭവം. വെൽക്കം ടു കുർദിസ്ഥാൻ. هذا كردستان سعودي لا هيك سعودي لا كردستان لا هذا سعودي. لا احسن من كردستان، احسن من تركيا، احسن من العالم. اوكي هذا مسلم. الله اكبر، لا اله الا الله، محمد رسول الله. لك في പുള്ളിക്കാരൻ ഇസ്ലാം പ്രൊമോട്ടർ ആണ് കേട്ടോ. ലക്ഷ്മിയെ മുസ്ലിം ആക്കാന്ന് ഇൻഷാ അല്ലാഹ്. ലക്ഷ്മി മുസ്ലിം എന്നൊക്കെ നേരത്തെ ഇതാണ്ട് എനിക്കിവിടത്തെ സനയ ഏരിയയിൽ വന്നു. ഇൻഡസ്ട്രിയൽ ഏരിയ എന്നാണ് പറയുന്നത് സനയ. അവിടെ വന്നിട്ട് ഇതാണ്ട് ഇവിടെ ഉള്ള ഉള്ളിവട വാങ്ങിച്ചോണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അറബി ചേട്ടൻ. എന്താണ് ഈ കടയാണ് കേട്ടോ, നമ്മുടെ ചായക്കടയാണ് കേട്ടോ. കുറേ കടികൾ കാണണം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ ട്രാവലേഴ്സിന് എസ്കോർട്ടൊക്കെ കൊടുക്കുന്നു. ഹോയ്, where are you from? I'm from Germany, Almania. Oh, okay, nice. There is Oman flag. Yeah, also was in Oman. Oh, we are actually hitchhikers. We are hitchhiking in this vehicle. Isn't that great? Yeah. Sometimes I'm also hitching. ഹറജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ പുള്ളിക്കാരന്റെ വീട്. ഈ കാണുന്നതാണ് കുവൈസ് മനസ്സിൽ. ഈ ഒരു ഭാഗത്തുള്ള ഒരു വീടുകളും ഈ ഒരു ചെറിയ ചെറിയ ടൗണുകളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വേറൊരു ഫീല് നമ്മുടെ ഈസ്റ്റേൺ യൂറോപ്പ് ആ ഭാഗമൊക്കെ പോലെ എനിക്ക് തോന്നുന്നു. നമ്മൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്പോട്ടും അന്വേഷിച്ച് പോവുകയാണ് കേട്ടോ. രാത്രി ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ ടെൻ്റ് അടിക്കണം. അതാണ്ട് ഓൾമോസ്റ്റ് സൺസെറ്റ് അവിടെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ടെൻ്റ് അടിക്കാനുള്ള ഒരു പ്ലേസിന് വേണ്ടി പോവാണ് കേട്ടോ. പുള്ളിക്കാരൻ ക്യാമ്പ് ചെയ്യാനുള്ള ഒരു സ്ഥലത്താക്കി തരും നമ്മളെ. ഇതാണ്ട് ഇങ്ങനെ കാട്ടിലൂടെ പോവാ. شكرا مع السلامة. مع السلامة، فرصة سعيدة. اوكي نتمنى لكم إقامة سعيدة في المملكة العربية السعودية. اوكي أبها.
ഓക്കെ ശുക്രാൻ عفوا മർസലാമ شو നമ്മളങ്ങനെ ഏതാണ്ട് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളിനി ക്യാമ്പ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. ഇതാ അടിപൊളി കേട്ടോ, അതാണ്ട് മലനിരകൾ. ഇത് ക്യാമ്പിങ്ങിന് വേണ്ടി പ്രത്യേകമുള്ള ഒരു സ്പോട്ടും കൂടിയാണ് കേട്ടോ. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. വാഷ്റൂം, ക്യാമ്പിംഗ് സ്പോട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ക്യാമ്പ് ചെയ്യുന്ന ആരും കണ്ടില്ല. അപ്പോൾ അവിടെ കുറേ ഓർഗനൈസ്ഡ് ആയിട്ട് ക്യാമ്പിംഗ് തട്ടുകൾ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അതിൽ ടെൻറ്റും അവിടെ കിടക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഉള്ള സ്പോട്ടാണ്, പിക്നിക് സ്പോട്ടൊക്കെയാണ് ഈ കാണുന്നതിൽ. നമ്മളിതാണ്ട് ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. നൈസ് വെതർ റൈറ്റ്, ഇറ്റ്സ് വെരി കോൾഡ്. അതാണ്ട് ഇവിടെയാണ് കേട്ടോ നമ്മൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൊള്ളാം. ഇറ്റ് ഈസ് ഫോർ യു നോ, ഇറ്റ്സ് ഓക്കെ. ഫോർ മീ ഐ ആം ഫീലിംഗ് കോൾഡ്. അതുകൊണ്ട് ഇവിടെ തീ കത്തിക്കാനൊക്കെ ഉള്ളൊരു പ്ലേസും സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇട്ട് വേണമെങ്കിൽ നമുക്ക് തീയൊക്കെ കത്തിക്കാം. പിന്നെ അതാണ്ട് ഇവിടെ കുറച്ച് പാറയൊക്കെ ഉണ്ട്. നമുക്ക് പാറയുടെ മുകളിൽ വലിയ ഇറങ്ങണമെങ്കിൽ പാറയുടെ മുകളിൽ വലിയ ഇറ. പിന്നെ മഴ കൊള്ളാതെ ഇവിടെ ടെൻ്റ് അടിച്ച് കിടക്കുകയും ചെയ്യാം. ടെൻ്റ് അടിക്കാൻ വേണ്ടി പോവാണ്. അതാണ്ട് ഓൾറെഡി ഇവിടെ ലക്ഷ്മി ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ടെൻ്റ് അടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഞാൻ ഇത്രയും നേരം ലക്ഷ്മി മിസ്സിങ് ആയിരുന്നു. ലക്ഷ്മി എവിടെയും പോയി ടെൻ്റ് അടിക്കാൻ വേണ്ടി വേറെ ഉഗാണ്ടേ കയറി പോയി. ലാസ്റ്റ് ഞാൻ തിരക്കിലായിരുന്നു. ഞാൻ കാറൊക്കെ എടുത്ത് ഒരാളുടെ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് ഞാൻ ഫുള്ള് പോയി. എന്നാൽ ഇവിടെ പാമ്പൊക്കെ കാണും. ഞാൻ വിചാരിച്ചു പാമ്പൊക്കെ അടിച്ച് ഇവിടെ വല്ലോ കിടക്കണാതെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒരു 15 മിനിറ്റോളം ഞാൻ ഒരു സൗദിക്കാരനോട് തിരക്കി വന്നപ്പോൾ ആളെ കിട്ടി, ഓൺലൈനിൽ കിട്ടിയ ആളെ. അത്രയും നേരം മൊബൈലും എടുക്കും. അതുകൊണ്ട് ഇവിടെ ടെൻ്റൊക്കെ അടിച്ച് ഫുള്ള് ക്യാമ്പ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ കിടക്കൽ മാത്രമാണ്. പിന്നെ ഫുഡ് കഴിക്കണം. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് മാട്രസൊക്കെ ഒരുക്കിയിട്ടിട്ടുണ്ട്. ടെൻറ്റിൻ്റെ അകത്ത് മാട്രസ് ഒരുക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഇവിടെ സ്ലീപ്പിംഗ് ബാഗ് അതുകൊണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ ടെൻറ്റ്. എൻ്റെ ടെൻറ്റ് ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഇവിടെ ടെൻറ്റിൻ്റെ അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് അതുകൊണ്ട് ഇത് ഫുള്ളെന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ബാഗ് വെക്കാനുള്ള സ്പേസാണ് കേട്ടോ. ഈ കാണുന്ന ഒരു സ്പേസ് എന്ന് പറയുമ്പോൾ ബാഗ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതാണ്. ഇങ്ങനെയാണ് ടെൻറ്റ് വരുന്നത്. അതുകൊണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു ക്ലോസിംഗ് ആണ്. പിന്നെ ഇവിടെ ലക്ഷ്മിയുടെ ടെൻറ്റും താണ്ട് ഇവിടെ അടിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇവിടെ ഒരു കമ്പനിക്ക് ഒരു പൂച്ച കിട്ടി കേട്ടോ. അവൻ വരുന്നില്ല. ഞാൻ കുറേ നേരമായിട്ട് വിളിച്ചിട്ട് ടണ്ടടാ വാ 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 ഹബീബി ബീസ് കുടിച്ചോ. പാവം കേട്ടോ, അത് കുടിക്കുന്ന കണ്ടോ ഭയങ്കര സന്തോഷമായി കേട്ടോ. അത് കുടിക്കുന്ന കണ്ടപ്പോൾ അതെ ഞാൻ കൊടുത്ത ഇത് അവൻ അങ്ങനെ ഫൈനലി കുടിച്ചു കേട്ടോ. എന്നാ ബീസ് 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 വന്നു കൂടി വാ 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 വാ. അവ ഇണഞ്ഞ് വരുവാണ് കേട്ടോ എൻ്റെ അടുത്ത്. ഞാനിപ്പോൾ അവ അനങ്ങാതെ താണ്ട ഇവിടെ ഇരുന്ന് അവനെ ഇണപ്പിക്കുവാണ്. കുറച്ച് തീടാൻ വേണ്ടി താണ്ടെ പുല്ല് പറിക്കാൻ വേണ്ടി വന്നതാണ്. ഇനി കുറച്ച് പുല്ല് പറിച്ചിട്ട് ക്യാമ്പ് ഫയർ ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഡെസേർട്ട് ആയതുകൊണ്ട് താണ്ട് ഇങ്ങനത്തെ ഇതൊക്കെയാണ് കൂടുതലുള്ളത് കേട്ടോ. അധികം നല്ല പുല്ലുകളൊന്നുമില്ല. ഗോപ്രോ തറയിൽ പോയിട്ടുണ്ട്. അയ്യോ ഗോപ്രോ ഒന്നും പറ്റില്ല. അതാണ്ട് ഈ ഒരു വലിയൊരു മരം കണ്ട് കേട്ടോ. അത് മുറിക്കാൻ വേണ്ടി വന്നതാണ്. അതാണ്ട് ഇവിടെ ടൈയൊക്കെ ഇട്ട് അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ വെച്ചുകൊണ്ടിരുന്നപ്പോൾ റോഡിൽ നിന്ന് ഒരാൾ അതുകൊണ്ട് അപ്പുറത്തൊരു കാറ് വന്നു കേട്ടോ. പുള്ളിക്കാരൻ വിചാരിച്ചാണ് നമ്മൾ തൂങ്ങി മരിക്കാൻ വേണ്ടി പോണേന്ന്. ശുക്രാൻ ഇതൊക്കെ വെച്ചു കേട്ടോ. പുള്ളിക്കാരൻ പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞു പെട്ടെന്ന് പോലീസാണല്ലോ ഇത് പെട്ടെന്ന് മുറിച്ചെടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നിന്നെ എടുത്തോട്ട് ജയിലിലോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ കണ്ട് ടെക്നിക്ക് ഇട്ടിട്ട് വലിക്കാൻ വേണ്ടി പോവാണ്. അല്ലാതെ കൈ കൊണ്ട് വലിച്ച മുള്ളെല്ലാം അവിടെ വന്ന് തലമണ്ടയ്ക്ക് വീഴും. ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. താണ്ടെ കുറച്ച് ഇവിടെ താണ്ടെ കളക്ട് ചെയ്തു. പിന്നെ താണ്ടെ അവിടെ കളക്ട് ചെയ്തു. നമ്മുടെ പൂച്ചയെ കാണാനില്ല കേട്ടോ. പൂച്ച എവിടെയോ പോയിട്ട് വന്നില്ല. അപ്പോൾ ഇനി കുറച്ച് തീയൊക്കെ കൂട്ടി ഇനി ഇരിക്കാൻ വേണ്ടി പോവാം. ഗുഡ് മോർണിംഗ്. രാവിലെ സമയം 10 മണിയായിട്ടോ. നല്ല ഉറക്കമായിരുന്നു. നല്ല ഉറക്കം, നല്ലപോലെ ഉറങ്ങി തീർത്തു. ഇപ്പോൾ രാവിലെ ഇനി വിശക്കുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം രാത്രി ഡിന്നർ കഴിച്ചില്ല. ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ ഇതിനിടയിൽ ഞാൻ ലക്ഷ്മിയെ കാണാനില്ലാത്തതുകൊണ്ട് ലക്ഷ്മിയെ തിരക്കി വേറൊരു സൗദിക്കാരൻ്റെ ആ തിരക്കി ഇടുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരാം, നിങ്ങൾ ഫുഡൊന്നും ഉണ്ടാക്കണ്ട, ഫുഡ് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ചിക്കനും റൈസൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. എന്നിട്ട് പുള്ളിക്കാരൻ തയ്ച്ചു കേട്ടോ. അതുകൊണ്ട് ഇവിടെ ലക്ഷ്മി വേക്കപ്പ് ആയിട്ടുണ്ട്, എണീറ്റിട്ടുണ്ട്. ഇനി ഞാൻ വല്ല ഇവിടെ ഓട്സും കുറച്ച് പാലൊക്കെ ഇട്ട് ഓട്സോ വല്ലതും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഞാനിവിടെ അടുത്ത പരിപാടി. നമ്മുടെ പാല് ഒഴിച്ചതുകൊണ്ട് ഇവിടെ പാല് കാച്ചൽ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. പാലിൻ്റെ കളറൊക്കെ മാറിയല്ലോ. ഇത് ഏതോ ഒരു വേറൊരു കളറായി കേട്ടോ. വെള്ള കളർ പാല് മാറിയിട്ട് ഇത് ഏതോ ഒരു വേറൊരു കളറൊക്കെ ആയിട്ടിരിക്കുവാണ്. നമ്മളിവിടെ ഫുഡ് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അടിയിൽ കുറച്ച് ഭാഗം കരിഞ്ഞു. ഞാൻ ഓൾമോസ്റ്റ് തീരാറായി. ഹൗസ് ദ ടേസ്റ്റ്?
ഉണ്ടോ എൻ്റെ ഓട്സിൻ്റെ ടേസ്റ്റ് ഉണ്ടോ. തൽക്കാലം ഓട്സ് കഴിക്കാനേ നിവർത്തിയുള്ളൂ. എന്തെങ്കിലും കഴിച്ചിട്ട് ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് പോകണം. എന്നിട്ട് വേണം നല്ലപോലെ എന്തെങ്കിലും കഴിക്കാനായിട്ട്. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല. ഇന്നത്തെ ദിവസം ടെൻ്റ് അടിച്ച പ്രദേശം ഈ കാണുന്നതാണ് കേട്ടോ. ഈ കാണുന്ന ഒരു വലിയൊരു പ്രദേശം എന്ന് പറയുമ്പോൾ ക്യാമ്പിങ്ങിൻ്റെയൊക്കെയുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ. മാപ്പിൽ നോക്കിയാൽ അറിയാം. ക്യാമ്പിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഒരു 10-100 ഇങ്ങനെ ടെൻ്റ് അടിക്കാനുള്ള ഒരു റൂഫ് ടോപ്പ് ആയിട്ടുള്ള കെട്ടിടങ്ങൾ കെട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ മുകളിലോട്ട് പോവാണ് കുറച്ച് ഡ്രോൺ ഷോട്ട്സ് എടുക്കാൻ. ഗുഡ് മോർണിംഗ്. ഹായ്. അവിടെ രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ പൂച്ച വന്നല്ലോ. ബീസ് ബാ. ഓട്സ് കഴിഞ്ഞപ്പോഴാണ് അവൻ കയറി വന്നത് കേട്ടോ. അവൻ രാവിലെ നോക്കിയപ്പോൾ മിയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കിടന്ന് വിളിക്കുവാണ്. ഓട്സൊക്കെ കഴിഞ്ഞു. ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ടെൻറ്റിങ് സ്പോട്ടുകൾ. ഇതുപോലെ ധാരാളം ടെൻറ്റിങ് സ്പോട്ടുകളുണ്ട്. പിന്നെ അതാണ്ട് നമുക്ക് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടാനായിട്ടുള്ള സ്പോട്ട് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു പാർക്ക്, ഇതെല്ലാം ക്യാമ്പ് ചെയ്യാനുള്ള സ്പോട്ടുകളാണ്. ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. കാണുന്നത് ഒരു പ്രേയിങ് സ്പോട്ടൊക്കെയാണ് കേട്ടോ. പിന്നെ അതാണ്ട് ഇവിടെ ഒരു വാഷ്റൂമൊക്കെ ഉണ്ട്. നമുക്ക് വാഷ്റൂമൊക്കെ ഉപയോഗിക്കാം. ഒരു അടിപൊളിയാണ് കേട്ടോ. നല്ല തണുപ്പ് കേട്ടോ. ഞാൻ തണുത്ത വെള്ളത്തിലിരുന്ന് അതാണ്ട് ഇവിടെ ഇരുന്ന് കുളിക്കുകയാണ് കേട്ടോ. ഇവിടെ കുളിക്കാനുള്ള സ്പേസ് ഉണ്ട്. അയ്യോ തണുത്ത് വരയ്ക്കുകയാണ്. കുളിച്ച് ഫ്രഷായി കേട്ടോ. നല്ല രസമുണ്ട്. നല്ല തണുത്ത വെള്ളത്തിലാണ് കുളിച്ചത്. എന്നിട്ട് തണുത്ത കാറ്റടിക്കുമ്പോൾ വേറെ അടിപൊളി. അങ്ങനെ താണ്ട് ഇവിടെ നിന്നെല്ലാം സ്ഥലമെല്ലാം കാലിയാക്കി നമ്മൾ ഇവിടെ നിന്ന് വിട പറയുവാണ്. സോ ബൈ ദിസ് പ്ലേസ്. ആൻഡ് ഇവിടെ നിന്ന് വിട പറയുകയാണ് കേട്ടോ. ഇനി നേരെ അടുത്ത സ്ഥലത്തോട്ട് പോവാ. ബൈ സി യു. ടാറ്റാ. ബൈ സി യു. ടാറ്റാ. വർണ്ണയുവാ കൂടെ. ഇതാണ്ട് നടരാജ വണ്ടിയിലിരുന്ന് നടന്ന് അടുത്ത ഞാൻ പോവുകയാണ് കേട്ടോ. ഇനി മെയിൻ റോഡിലോട്ട് പോയിട്ട് പോവുകയാണ്. അപ്പോൾ അതാണ്ട് ഇവിടെ കുറച്ച് നമ്മുടെ ജമാലുകളൊക്കെ ഉണ്ട്. ജമാലെ ഓടുന്നു, എന്നെ കണ്ടുകൊടുത്തോണ്ടേ ഓടുന്നു. ഹേയ് നില്ലടോ. സംസാരിക്കാൻ ആരുമില്ല കേട്ടോ. ആരെങ്കിലും കിട്ടിയതെങ്കിലും എന്നൊന്നും പറഞ്ഞൊക്കെയാണ് ഈ ഒട്ടകത്തിൻ്റെ അടുത്തൊക്കെ വന്ന് സംസാരിക്കുന്നത്. ഇനി ഞാൻ ഹിച്ചയ്ക്കത് ഇനി എന്താ പറയുക, ഇനി അബുഹ ഭാഗത്തോട്ട് പോവുകയാണ്. എനിക്ക് വയ്യ കേട്ടോ. ഈ സമയം 12 മണിയായി. 8 മണിക്ക് എണീറ്റിട്ട് പാക്ക് ചെയ്ത് കുളിച്ച് വന്നപ്പോൾ നല്ല ലേറ്റായി. 12-12:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് ഫുഡ് കഴിക്കണം. ഓട്സ് വയറിലൊന്നും ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നടത്തുവാണ് കേട്ടോ. ബാക്കി അടുത്ത വീഡിയോയിലായിരിക്കും ബാക്കി കാഴ്ചകളാണ്. ക്യാമ്പിങ്ങിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു അല്ലേ. ഇപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ എല്ലാവർക്കും ബൈ.